കളിയിക്കാവിളിയിൽ ക്വാറിയുടമ കാറിനുള്ളിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വെളിപ്പെടുത്തലുമായി ഭാര്യ. ഗുണ്ടാസംഘം പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് കൊല്ലപ്പെട്ട എസ്. ദീപുവിന്റെ ഭാര്യ പറയുന്നു. ആദ്യം 10 ലക്ഷവും പിന്നീട് 50 ലക്ഷവും ആവശ്യപ്പെട്ടിരുന്നതായി ഭാര്യ വെളിപ്പെടുത്തി. പണം നൽകാത്തതാണ് കൊലപാതകത്തിന് കാരണമെന്ന് സംശയിക്കുന്നതായി ദീപുവിന്റെ ഭാര്യ പറഞ്ഞു. പണം നൽകിയില്ലെങ്കിൽ മക്കളെ അപായപ്പെടുത്തുമെന്ന് ഭീഷണിയുണ്ടായിരുന്നതായി അവർ പറയുന്നു. കാറിന്റെ മുൻസീറ്റിൽ കഴുത്തറുത്ത നിലയിലാണ് ദീപുവിനെ കണ്ടെത്തിയത്. സമീപത്തെ CCTV ദൃശ്യങ്ങളിൽ ഒരാൾ കാറിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. ദീപുവിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കാറിലുണ്ടായിരുന്ന 10 ലക്ഷം രൂപ കാണാനില്ല. ദീപുവിന്റെ ഫോണും കാണാതായിട്ടുണ്ട്. കൊലപാതകം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. കന്യാകുമാരി SP സുന്ദരവദനത്തിന്റെ നേതൃത്വത്തിലുള്ള 7 അംഗ സംഘം കേസ് അന്വേഷിക്കും. കേരള പോലീസിന്റെ സഹായത്തോടെയാണ് തമിഴ്നാട് പോലീസ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. Be a Rajakumari. Rajakumari Gold and Diamonds. The trust of Travancore. Rajakumari.